ഞാൻ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഈ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ സംഘർഷം തുടങ്ങിയതിന് ശേഷം നമ്മൾ മറന്നുപോയ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറുണ്ട്. അങ്ങേരുടെ പേരാണ് ആൻ്റോണിയോ ഗ്യൂട്ടറസ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്രട്ടറി ജനറൽ. അങ്ങനെ ഒരാളിനെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിച്ചെടുത്തോളൂ. ആൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. വാസ്തവത്തിലുണ്ടല്ലോ, ഇത്ര വലിയൊരു യുദ്ധവും വഴക്കും അതിൻ്റെ സന്ധി സംഭാഷണം, സമാധാന ചർച്ച ഇതൊക്കെ നടക്കുമ്പോൾ അതിന് മുൻകൈ എടുക്കേണ്ട ആളാരാ? ഗുറ്ററസ് ആണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്രട്ടറി ജനറലാണ്. ഇതിനാണല്ലോ യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അംഗരാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും കശപിശയുണ്ടായാൽ, യുദ്ധമോ വഴക്കോ ബഹളമോ ഉണ്ടായാൽ അതിൽ ചാടി വീഴേണ്ടത് യുണൈറ്റഡ് നേഷൻസാണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏറ്റവും വലിയ പ്രതിനിധി അതിൻ്റെ സെക്രട്ടറി ജനറലാണ്. ഇപ്പോൾ അത് ആൻ്റോണിയോ ഗുട്ടറസ് ആണ്. പണ്ട് ഞാനൊക്കെ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ യൂത്ത് ആൻഡ് എന്ന് പറഞ്ഞൊരു മനുഷ്യനായിരുന്നു. വാസ്തവത്തിൽ അങ്ങനെയുള്ള പേര് ഊതാൻഡ് എന്നാണ്. ഊതാൻഡ് എന്ന് കേൾക്കുമ്പോൾ മലയാളത്തിൽ ഒരു ശോഭ കേടില്ലേ? ആ പേര് കേൾക്കുമ്പോൾ ആൾക്കാർ ചിരി വരും. ഊതുക എന്നൊക്കെയുള്ള മട്ടിൽ ഊതാൻഡ് എന്നായി പോകും. അതുകൊണ്ട് നമ്മുടെ പത്രങ്ങളെല്ലാം അതിൻ്റെ ഉച്ചാരണം യൂതാൻഡ് എന്നാക്കി മാറ്റി. അതിനു മുമ്പ് UN സെക്രട്ടറി ജനറൽ ഡാഗ് ഹാമർഷോൾഡ് ആയിരുന്നു. അതിൻ്റെ സ്പെല്ലിങ് വെച്ച് നമ്മൾ നേരെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഡാഗ് ഹാമർഷീൽഡ് എന്ന് പറയും. അത് ലോക്സഭയിൽ ജവഹർലാൽ നെഹ്റുവാണ് ആദ്യമായിട്ട് തിരുത്തുന്നത്. എല്ലാവരും ഡാഗ് ഹാമർഷീൽഡ് എന്ന് പറഞ്ഞു. നെഹ്റു പറഞ്ഞു അങ്ങനെ എഴുതുമെങ്കിലും അത് ഉച്ചരിക്കേണ്ടത് ഡാഗ് ഹാമർഷോൾ എന്നാണ്. അത്രയ്ക്ക് മഹത്തായ ഒരു പദവിയായിരുന്നു UN സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. അന്ന് നമ്മുടെ ലോക്സഭയിൽ ചർച്ചയിലൊക്കെ ആ പേര് കൂടെ കൂടെ കയറി വരുമായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ ലോക്സഭയിൽ ആരോടെങ്കിലും UN സെക്രട്ടറി ജനറൽ ആരാണ് എന്ന് ചോദിച്ചാൽ അവരുടെ മക്കൾ ചിലപ്പോൾ ഈ മറ്റേ എൻട്രൻസ് എക്സാമിനോ ജനറൽ നോളജ് എഴുതാനോ PSC പരീക്ഷ എഴുതാനോ ഒക്കെ ഉള്ളവർ പഠിച്ചു വെച്ച് കാണും. പക്ഷേ ഈ MP മാർക്കൊന്നും ഇതാരാണെന്ന് അറിയില്ല, അറിയാൻ വഴിയില്ല. അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ തലയിട്ട് വഷളായിരിക്കുന്ന ആൾക്കാർ വലുതായിരിക്കണം. ബാക്കിയുള്ളവരൊക്കെ സുഖമായിട്ട് ജീവിച്ചു പോയി. യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോഡി ഉണ്ടെന്ന് പോലും നമ്മൾ പോലും വകവയ്ക്കുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്ക് തന്നെ യുണൈറ്റഡ് നേഷൻസിനെ പറ്റി ഓർമ്മ വന്നത് അല്ലേ? അതിനെ ആരും ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. അത് വല്ലപ്പോഴുമൊക്കെ കൂടും. ഉങ്ക എന്ന് പറഞ്ഞിട്ട് UN ജനറൽ അസംബ്ലി ഒരൊറ്റ പ്രസംഗം അങ്ങ് വെച്ച് താങ്ങും നരേന്ദ്രമോദി. നരേന്ദ്രമോദി പോയില്ലെങ്കിൽ ചിലപ്പോൾ ജയശങ്കറോ വേറെ ആരെങ്കിലും ആയിരിക്കും, അവരായിരിക്കും പ്രസംഗിക്കുന്നത്. ഗംഭീരമായൊരു പ്രസംഗം. ഇതുപോലെ ഓരോ രാജ്യവും പ്രസംഗിക്കും. കാണിച്ചു തരാം, ഞങ്ങളിപ്പോൾ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പ്രസംഗിക്കും. ചായ കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയും. പണ്ടൊക്കെ വേറെയും കുറേ സന്നാഹങ്ങളുണ്ടായിരുന്നതിന്. യൂണിസെഫ്, USAID. അപ്പോൾ അമേരിക്ക ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ട്രംപ് ചോദിച്ചു, എന്താടാ ഈ USAID? അല്ല, അത് പലരെയും സഹായിക്കാനായിട്ട് നമ്മൾ USAID ഫോർ ആഫ്രിക്ക, USAID ഫോർ സൗത്ത് ആഫ്രിക്ക, USAID ഫോർ മിഡിൽ ഈസ്റ്റ്, USAID ഫോർ സൗത്ത് അമേരിക്ക. ട്രംപ് പറഞ്ഞു, ഇവനെയൊക്കെ നമ്മൾ സഹായിക്കേണ്ട കാര്യം എന്താ? അല്ല ചേട്ടാ, അത് അവർ പട്ടിണിയായി പോകും. അവർ പട്ടിണിയായി പോകുമെങ്കിൽ അവർ ജോലി ചെയ്ത് കാശുണ്ടാക്കിക്കോളണം. ഞാനാരെയും സഹായിക്കാനൊന്നും മുള്ള. പുള്ളി USAIDും കുന്തമൊക്കെ നിർത്തി. നെതന്യാഹു അതിന് കൈയടിച്ചു. നെതന്യാഹു പറഞ്ഞു, ഇവർ USAID എന്നൊക്കെ പറഞ്ഞിട്ട് തുരപ്പം പണിയാണ് ചേട്ടാ എല്ലാ രാജ്യത്തും ചെയ്യുന്നത്. എൻ്റെ രാജ്യത്തും ചെയ്യുന്നുണ്ട്. ഈ ഹമാസിനൊക്കെ ചോറ് കൊടുക്കുന്ന ഇവന്മാരാണ്. USAID എന്ന് പറഞ്ഞിട്ട് ഹമാസിനെ കൊണ്ടുപോയി കൊടുക്കുക. ഹമാസ് അത് വിറ്റ് കാശാക്കിയിട്ട് അതിനും കൂടെ ബോംബ് മേടിച്ച് എൻ്റെ തലയിലിടുക എന്നൊക്കെ പറഞ്ഞ് നെതന്യാഹു അതിൻ്റെ കൂടെ കൂട്ടി. ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെതന്യാഹു ഈ ആൻ്റോണിയോ ഗ്യൂട്ടറസിനെ ഇസ്രായേലിൽ കയറി പോകരുതെന്ന് പറഞ്ഞു, വിലക്കി. പെർസന നോൺ ഗ്രാറ്റ ആയിട്ട് പ്രഖ്യാപിക്കും. പണ്ടേ പ്രഖ്യാപിച്ചതാണ്.
പേഴ്സണ നോൺ ഗ്രാറ്റ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ അവരുടെ രാജ്യത്ത് കാല് കുത്തിപ്പോകരുതെന്നാണ് പച്ച മലയാളത്തിൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ പറയില്ലേ, മേലാൽ എൻ്റെ അടിച്ചതിനകത്ത് കയറി പോകരുത്, നിൻ്റെ മൂട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും. അതിൻ്റെ ഡിപ്ലോമാറ്റിക് പേരാണ് പേഴ്സണ നോൺ ഗ്രാറ്റ. മനസ്സിലായി? അപ്പോൾ അനഭിമതൻ എന്ന് മലയാളത്തിൽ നല്ല ഭാഷയിൽ പറയും. അങ്ങനെ അനഭിമതനായിട്ട് പ്രഖ്യാപിച്ചു. വാസ്തവത്തിൽ ഗുട്ടറസിനെ ഇവർ നേരത്തെ തന്നെ അനഭിമതനായിട്ട് പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഉറപ്പിച്ചു എന്നേ ഉള്ളൂ. അതായത് 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ആ ആക്രമണത്തോടു കൂടി ഹമാസിനെ യുണൈറ്റഡ് നേഷൻസ് ഒരു ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി. ഒരു പ്രത്യേക ബ്ലാക്ക് ലിസ്റ്റുണ്ട് യുണൈറ്റഡ് നേഷൻസിൽ. അതിൽ ഈ കസ്റ്റഡിയിൽ സെക്ഷൽ വയലൻസ് നടത്തുന്ന സംഘടനകൾ, രാജ്യങ്ങൾ, ഇവരുടെയൊക്കെ പേര് ആ ബ്ലാക്ക് ലിസ്റ്റിൽ ഇവർ പെടുത്തും. അങ്ങനെ അന്ന് ഹമാസിനെ പെടുത്തി. അതേസമയം ഇസ്രായേലിനെ നിരന്തരം ഗുറ്ററസ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒന്നല്ലെങ്കിൽ വേറൊന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ അങ്ങനെയാണ്, ഇസ്രായേൽ ചെയ്യുന്നത് ക്രൂരതയാണ്, ഏത് ഹമാസിനെ തല്ലിയത് ക്രൂരതയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ കുറ്റം പറയും. അവസാനം 4-5 മാസം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, ഈ കളവൻ ശരിയല്ല, ഇയാൾ പേഴ്സണ നോൺ ഗ്രാറ്റ, അനഭിമതൻ എന്ന് ഡിക്ലെയർ ചെയ്തു. മറ്റ് രാജ്യങ്ങളൊന്നും മിണ്ടിയില്ല, ഗുറ്ററസും ഒന്നും മിണ്ടിയില്ല. കാരണം മിണ്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇത് ചെയ്യുന്നത് നെതന്യാഹുവാണ്. എന്ത് ചെയ്യാൻ പറ്റും? പുള്ളിയെടുത്ത് ഈ തരികിടയൊന്നും നടക്കുകയില്ല. ഗുറ്ററസ് ഇസ്രായേലിൽ പോയില്ല. അത് ഗുറ്ററസ് ഇടയ്ക്ക് ഇന്ത്യയിലൊക്കെ വരും, ആരും മൈൻഡ് ചെയ്യില്ല. പുള്ളി എന്താ, നമ്മുടെ G20 ഒക്കെ നടക്കുമ്പോൾ പുള്ളി വന്നിരുന്നു. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ല. നമ്മളുടെ വിദേശകാര്യ വകുപ്പിൽ നിന്നൊരു പ്രോട്ടോക്കോൾ ഓഫീസറെ പറഞ്ഞുവിടും. ഇയാൾ ഗുറ്ററസിൻ്റെ കൂടെ അവിടെ ഇവിടെ ജയ്പൂർ, രാജസ്ഥാൻ ഒക്കെ കണ്ടിട്ട് ഗുറ്ററസ് തിരിച്ചു പോകും. 3-4 ദിവസം മനസമാധാനമായിട്ട് ഇന്ത്യയിലാകുമ്പോൾ അങ്ങേർക്ക് പേടിക്കാതെ കഴിഞ്ഞുകൂടാ. ഇങ്ങനെ പുള്ളി പല രാജ്യത്തിലും പോകാറുണ്ട്. ഈ യുണൈറ്റഡ് നേഷൻ സെക്രട്ടറി ജനറൽ ആയതുകൊണ്ട് ഇയാളോട് വരരുത് എന്നൊന്നും ആരും പറയാറില്ല. വന്നാൽ അങ്ങനെ എൻ്റർടൈൻ ചെയ്യാറുമില്ല. ചേട്ടൻ വന്നോ, എടാ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോകും, അവിടെ എന്താണെന്ന് വെച്ചാൽ കാണിക്കുന്നു, അപ്പോൾ ശരി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് വിടും. ഇതാണ് പരിപാടി. ഒരാളെ കൊടുക്കും എങ്കിൽ ഇതെങ്ങാനും വഴിതെറ്റി അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വല്ല പോലീസിൻ്റെ പിടിയിൽപ്പെട്ട് സായിപ്പല്ലേ, അവർ 2 ചാമ്പി കഴിഞ്ഞാലുണ്ടല്ലോ സംഗതി യുണൈറ്റഡ് നേഷൻസല്ലേ. അതുകൊണ്ട് നമ്മൾ ഈ ആശാനെ സൂക്ഷിക്കണം, പുരാവസ്തുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വിടും. ഇതാണ് ഗുട്ടറസിൻ്റെ സ്ഥിതി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഗുട്ടറസിന് ഈ ഒരു ദുർബുദ്ധി തോന്നിയത്. ഇസ്രായേലി പ്രിസൺ സർവീസ് എന്ന് പറഞ്ഞ അവർക്കൊരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അവരാണ് ഇസ്രായേലിലെ ജയിലുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് പോലെ. ഈ ഇസ്രായേലി പ്രിസൺ സർവീസ് ജയിലിനകത്ത് ബലാത്കാരം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചിട്ട് ഇസ്രായേൽ പ്രിസൺ സർവീസിനെ ബ്ലാക്ക് ലിസ്റ്റിലാക്കി. ഇസ്രായേലിനെ അല്ല, ഇസ്രായേലിൻ്റെ പ്രിസൺ സർവീസസിനെ ബ്ലാക്ക് ലിസ്റ്റിലാക്കി. അപ്പോൾ ഈ ബ്ലാക്ക് ലിസ്റ്റിൽ രാജ്യങ്ങളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താം, സംഘടനകളെ പെടുത്താം, ചില പ്രസ്ഥാനങ്ങളെ പെടുത്താം. ഇതൊക്കെ ആ അക്കൗണ്ടിലാണ് ഹമാസിനെയൊക്കെ പെടുത്തിയത്. അപ്പോൾ ഇസ്രായേൽ പ്രിസൺ സർവീസിനെ പെടുത്തി കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന് ചൊറിഞ്ഞു, നിങ്ങൾ എന്ത് പോക്കൃത്തിലോ, ഞങ്ങൾ ആരെ എന്ത് ബലാത്സംഗം ചെയ്തു എന്നാണ്. നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങളുടെ കമ്മിറ്റിയെ ഇവിടെ വിട്, ഞങ്ങളുടെ ജയിലിൽ വന്ന് പരിശോധിക്കട്ടെ. ഒരു പരിശോധന കഴിഞ്ഞിട്ട് വേണമല്ലോ ഞങ്ങളാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ പറയാനായിട്ട്. ഇവിടെ എന്ത് ബലാത്സംഗം നടന്നു എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തട്ടിക്കയറി. ഗുട്ടറസ് ഒന്നും മൈൻഡ് ചെയ്തില്ല. പുള്ളി പറഞ്ഞു, എടാ ലിസ്റ്റിൽ കയറിയതാണ്, പിന്നെ ലിസ്റ്റിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല, പരിശോധിക്കാനും പറ്റില്ല, എനിക്കറിയാം നിങ്ങളത്ര നല്ല ആൾക്കാരൊന്നുമല്ല. ഗുട്ടറസിനെ അനഭിമതനാക്കിയതിൻ്റെ ഒരു കൊതിക്കെറിവ് അങ്ങേരുടെ മനസ്സിൽ കിടപ്പുമുണ്ട്. പുള്ളി UN സെക്രട്ടറി ജനറലായിട്ട് എല്ലാ രാജ്യങ്ങളെയും പ്രതിനിധിയായി. ഇസ്രായേൽ പറയുന്നു ഇയാളെ ഞങ്ങളുടെ പ്രതിനിധിയല്ല. ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, ഇനി അടുത്ത പ്രതിനിധിയെ ഞങ്ങളും കൂടെ ചേർന്ന് കൊള്ളാവുന്നതിനെ വെച്ചോളാം, ഇയാളൊരു തല്ലിപ്പൊളിയും വൃത്തികെട്ടവനുമാണെന്ന് പറഞ്ഞിട്ട് ഗുട്ടറസിനെ 4 ചീത്ത പറഞ്ഞു. ചീത്ത എന്ന് പറഞ്ഞാൽ തെറിയൊന്നും പറയില്ല. ഇസ്രായേൽ അറിയാമല്ലോ, അവർ ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയും, പക്ഷേ തെറി പറയില്ല. അതുകൊണ്ട് ആർക്കും ഒരു ഒബ്ജക്ഷനൊന്നും റേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗുട്ടറസ് മൊത്തം 63 സംഘടനകളെയും രാജ്യങ്ങളെയും ഈ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്, ബലാത്സംഗികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ഹമാസുണ്ട്,
ഇപ്പോൾ ഇസ്രായേലി പ്രിസൺ സർവീസ് വന്നു, സിറിയയുണ്ട്, ഡൊമിനിക്കൻ റിപ്പബ്ലിക്കോ അങ്ങനെ എന്തോ ഒരു കുന്തമുണ്ട്, പിന്നെ സൗത്ത് സുഡാൻ, പിന്നെ വെറും സുഡാൻ. ഈ സൗത്ത് സുഡാൻ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നോർത്ത് സുഡാൻ വേറെ ഉണ്ടാവും. നോർത്ത് സുഡാനില്ല, വെറും സുഡാനേ ഉള്ളൂ. അത് അങ്ങനെ ചില പ്രാന്തൊക്കെ. സൗത്ത് ഉണ്ടെങ്കിൽ ഒരു നോർത്ത് ഉണ്ടാകണ്ടേ? ഇല്ല, സൗത്ത് മാത്രമുള്ള, സൗത്ത് പോൾ മാത്രമുള്ളൊരു കാന്തം, അതിന് നോർത്ത് പോളില്ല. അങ്ങനത്തെ ഒരു സംഗതിയാണ് സുഡാൻ. ഏതായാലും സൗത്ത് സുഡാൻ, സുഡാൻ, വെറും സുഡാൻ, ഇങ്ങനെ ഒരുപാടെണ്ണം, 10-63 എണ്ണമുണ്ട് സംഘടനയായിട്ടും അതായിട്ട്. നമുക്കുമൊക്കെ വേണമെങ്കിൽ അങ്ങനൊരു സംഘടന ഉണ്ടാക്കി ബ്ലാക്ക് ലിസ്റ്റിൽ കയറാൻ കിട്ടും. ഈ സംഘടന ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊന്ന് ആദ്യം ഇച്ചിരി കാശ് മുടക്കി കുറച്ച് ആയുധങ്ങൾ മേടിക്കുക. ഒരു 10-15 ചെറുപ്പക്കാർ. ആ സംഘടനയ്ക്കൊരു പേരിടണം. അത് സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട പേര് വേണം ഇടാൻ. സ്വാതന്ത്ര്യം. പിന്നെ നമ്മൾ വെടിവെക്കുമ്പോഴൊക്കെ സ്വാതന്ത്ര്യ സമരം എന്നാണ് അതിന് പേര്. ഒരാളെ കൊല്ലരുത്. പണ്ട് ഈ പൂലൻ ദേവി പറഞ്ഞിട്ടുണ്ട്, ഒരാളെ ആയിട്ട് കൊന്നാൽ നിങ്ങൾ കൊലപാതകിയാകും, 100 പേരെ കൊന്നാൽ നിങ്ങൾ വിപ്ലവകാരിയാകും. ഇത് പൂലൻ ദേവി പറഞ്ഞതാണ്. അതുകൊണ്ട് പൂലൻ ദേവി നിരത്തി പിടിച്ച് അവർ 110 പേരെ മറ്റോ കൊന്നു. അതോടെ അവർ ഹീറോ ആയി. പിന്നെ അവർ പാർലമെൻറ്റിലൊക്കെ മെമ്പറായി. പൂലൻ ദേവി ചമ്പലിലെ കൊള്ളക്കാരിയായിരുന്നു. അപ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് അവരെത്തിച്ചേർന്ന നിഗമനം അവർ പറഞ്ഞതാണ്, ഒരാളെ കൊന്നാൽ കൊലപാതകയാകും, 100 പേരെ കൊന്നാൽ വിപ്ലവകാരിയാകും. അപ്പോൾ നമ്മൾ 10-15 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, എന്നിട്ടൊരു 10-15 പേരെ കൊല്ലുക. അവിടെയൊക്കെ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം വേണം എന്നൊക്കെ ഉടനെ നമ്മളെ താങ്ങാൻ ഇൻ്റർനാഷണലി ആളുണ്ടാകും. കാശിങ്ങ് വരും പയറ് പോലെ. അത് വാങ്ങിച്ച് ആഘോഷം ചെയ്ത് ബലാത്സംഗം ചെയ്യുക. ബലാലോ അല്ലാതെ ബലാത്സംഗം ചെയ്തെന്നൊരു വാർത്തയൊക്കെ വന്നാൽ മതി. നമ്മളെ എടുത്തിട്ട് യുണൈറ്റഡ് നേഷൻസ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെതിരെ പ്രമേയം പാസ്സാക്കുക, ഹാഹു എന്നൊക്കെ പറഞ്ഞ്. ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ ബ്ലാക്ക് ലിസ്റ്റിന് ഒരു വിലയില്ല, മനസ്സിലായി? അവർക്കൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ പോലും വിലയില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വീറ്റോ ഇട്ട് കളിക്കുകയല്ലേ ഈ ചേട്ടന്മാർ. അമേരിക്ക പ്രമേയം കൊണ്ടുവന്നാൽ റഷ്യ വീറ്റോ ചെയ്യും, റഷ്യ കൊണ്ടുവരുന്ന പ്രമേയം ചൈന വീറ്റോ ചെയ്യും, ചൈന കൊണ്ടുവരുന്ന അമേരിക്ക വീറ്റോ ചെയ്യും. ഇങ്ങനെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യവും മുന്നോട്ട് പോകാൻ ആരും സമ്മതിക്കുകയില്ല. ഇപ്പോൾ നമ്മുടെ ഹോർമൂസ് കടലിടുക്ക് കിടക്കുന്നത് കണ്ടില്ലേ? ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. 58 രാജ്യങ്ങൾ കൂടിയിട്ട് ഞങ്ങളെല്ലാം ചേർന്ന് ഹോർമൂസ് കടലിടുക്ക് ബലം പ്രയോഗിച്ച് തുറക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടൊരു പ്രമേയം കൊണ്ടുപോയി യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അമേരിക്കയും റഷ്യയും ചൈനയും വീറ്റോ ചെയ്തു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇന്ത്യയൊന്നും ചെയ്യുന്നില്ല. ഇന്ത്യയും കൂടെ ചേർന്നാണ് ഈ പ്രമേയം കൊണ്ടുപോയത്. അപ്പോൾ ഈ ചേട്ടന്മാർ സമ്മതിക്കില്ല. അതായത് ആദ്യം അവരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചിട്ട് വേണം പിന്നെ നമ്മൾ ഹോർമൂസ് കടലിടുക്കിൽ പോകാൻ. അപ്പം നടക്കുന്ന കാര്യമല്ല. ആദ്യം റഷ്യ അമേരിക്കയും മിലിറ്ററിലി തോൽപ്പിക്കുക, പിന്നെ ഹോർമൂസ് കടലിടുക്കിൽ പോകുക. ഇതൊക്കെ ആര് ചെയ്യും? അതങ്ങനെ വിട്ടുപോയി. ഇപ്പം എന്തായി? ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് ഇറാൻ ആ കപ്പലുകൾ കടത്തി കാശ് മേടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും മേടിക്കുമെന്ന് പറഞ്ഞു ഒമാൻ രംഗത്ത് വന്നു. ആ കിഴക്ക് വശമോ വടക്ക് വശമോ, കിഴക്ക് പടിഞ്ഞാറ് വടക്ക്, അതിങ്ങനെ ഒടിഞ്ഞു മടങ്ങി കിടക്കുകയല്ലേ കടലിടുക്ക്. അപ്പോൾ പടിഞ്ഞാറെന്നും പറയാം, വടക്കെന്നും തെക്കെന്നും പറയാം. ആ രീതിയിലാണ് കിടക്കുന്നത്. ഏതായാലും ഇക്കരെ ഒമാനാണ്, അക്കരയിൽ ഇറാൻ. അപ്പോൾ ഒമാൻ പറഞ്ഞു, അല്ല ചേട്ടൻ കാശ് മേടിക്കുന്നുണ്ട്, പിന്നെ ഞാനും കൂടെ മേടിച്ചാലെന്താ? ഒരു കരയല്ലേ ചേട്ടനുള്ളൂ, മറ്റേ കര എൻ്റെ ഇരിക്കുകയല്ലേ. ഇറാൻ പറഞ്ഞു, നീ മേടിക്കലോ, നിന്നോട് ആരും പറഞ്ഞു മേടിക്കണ്ടാകും. ഒമാൻ ഇത് മേടിക്കുമെന്ന് പറഞ്ഞു. ഒമാൻ പക്ഷേ അത് ഡിക്ലെയർ ചെയ്തു, ഞങ്ങൾ മേടിക്കും. അമേരിക്ക കയറി ചൂടായി. മേടിച്ചാൽ വിവരം അറിയുന്നേ. ഇറാൻ മേടിക്കുന്നത് തന്നെ ഞാൻ തടസ്സപ്പെടുത്തുകയാണ്. ഞാനവിടെ പുള്ളി വലിയ നേവൽ ബ്ലോക്കേഡൊക്കെ ഇട്ടിരിക്കുകയാണല്ലോ അമേരിക്ക. അപ്പോൾ അതിനിടയ്ക്ക് ഈ ഇമ്പ്രിക്ക വലിപ്പമുള്ള ഒമാൻ കയറിയിട്ട് ആൾ കളിക്കാൻ നോക്കുന്നു. തട്ടിക്കളയും ഞാൻ എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കംപ്ലീറ്റ് 60 ദിവസത്തേക്ക് സീസ് ഫയർ ഇറാനും അമേരിക്കയും സമ്മതിച്ചു എന്നാണ് വാർത്ത. അപ്പോൾ 60 ദിവസത്തേക്ക് ഈ ഹോർമൂസ് കടലിടുക്ക് ഒരു കുഴപ്പമില്ല, അത് തുറക്കും എന്ന് കേൾക്കുന്നു. എനിക്കതിൽ വിശ്വാസമില്ല. ഞാൻ ഈ കേൾക്കുന്നു എന്നൊക്കെ പറയാൻ കാര്യം അതാണ്. എനിക്ക് വിശ്വാസമില്ല. ട്രംപ് തന്നെ അതിന് പാരവയ്ക്കും. ഇത് എത്രയായിരുന്നു?
സമാധാന ശ്രമം പാകിസ്ഥാനിൽ ചർച്ച ചെയ്യുന്നു, ഖത്തറിൽ ചർച്ച ചെയ്യുന്നു, ദേ ഇപ്പത്തീരും എന്നൊക്കെ പറയുന്നു. ഒരു രക്ഷയില്ല. ഇതിനിടയ്ക്ക് നെതന്യാഹു ലെബനനിൽ കയറിയിട്ട് 4 അടി വെച്ച് കൊടുക്കും. അടി കൊടുക്കുമ്പോൾ ഇറാൻ അങ്ങ് ചൂടാവും. കണ്ടില്ലേ, അവൻ ലെബനനെ അടിച്ചു. ട്രംപ് കാല് പിടിക്കുന്നു, എടാ ലെബനൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ വഴക്കൊന്നും തീർക്കാം. അതൊന്നും പറ്റില്ല, ലെബനനെ ചേർക്കാതെ വഴക്ക് തീരില്ല എന്ന് ഇറാൻ. എന്നെ ചേർക്കാതെ ഒരു സമാധാനവും ഞാൻ സമ്മതിക്കില്ല എന്ന് നെതന്യാഹു. അങ്ങനെ നെതന്യാഹു ചൂടായി നിൽക്കുന്ന സമയത്താണ് ഗുട്ടറസ് ബ്ലാക്ക് ലിസ്റ്റിലാക്കിയെന്ന് നെതന്യാഹു കയറി ചൂടായി പോക്കൃത്തരം കാണിക്കുന്നു. നിൻ്റെ ബ്ലാക്ക് ലിസ്റ്റ്, ഞാൻ നിന്നെ അനഭിനന്ദനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഇനി നീ ഇവിടെ കാലുകുത്തുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഗുട്ടറസ് ചേട്ടന് വല്ലതും ചെയ്യാൻ പറ്റുമോ? പുള്ളി എല്ലാ രാജ്യങ്ങളുടെയും ദയ കൊണ്ടാണ് പുള്ളി കഴിയുന്നത്. പിന്നെ യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറലിന് നല്ല ശമ്പളവും സംഗതിയൊക്കെ ഉണ്ടാകും കേട്ടോ. ഇത് കൊണ്ട് സന്തോഷമായിട്ട് പുള്ളി ജീവിക്കുന്ന കാര്യം, മനസ്സമാധാനമില്ല. പദവിയൊക്കെ ഉണ്ട്, വലിയ ആളൊക്കെയാണ്, മനസ്സമാധാനമില്ല. ഇപ്പോൾ ഇസ്രായേൽ ഈ മാതൃക കാണിച്ച സ്ഥിതിക്ക് ഇനി ഓരോ രാജ്യങ്ങളായിട്ട് ചിലപ്പോൾ ഈ പുലിവാല ഒഴിവാക്കാനായിട്ട് അനഭിനന്ദനായിട്ട് ഡിക്ലെയർ ചെയ്താലൊന്നും വരാനില്ല. കോൺസിക്വൻസസ് ഇല്ലാത്ത കാര്യം ഏതെങ്കിലും രാജ്യം ചെയ്യാതിരിക്കുമോ? നമ്മളൊരു കാര്യം ചെയ്താൽ ഒരു ചുക്കും വരാനില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും. കാരണം അത്രയും ശല്യം കുറഞ്ഞില്ല, ഒരു വിസിറ്റർ കുറഞ്ഞിരിക്കുമല്ല. അന്താരാഷ്ട്ര വിസിറ്റർമാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവിടെ ഡൽഹിയിൽ. ഓരോരുത്തരായിട്ട് കെട്ടിയെടുക്കും. കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും 10 രൂപയ്ക്ക് ചായ കിട്ടും. ഇവൻ്റെ ഒന്നും നാട്ടിൽ ചായ കിട്ടില്ല. പെട്രോളിൻ്റെ വില കൂടുതലാണെന്ന് നമ്മൾ പറയുന്നു, ശരിയാണ്, കൂടുതലാണ് താനും. പക്ഷേ അവൻ്റെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും നോക്കുമ്പോൾ വളരെ വില കുറവാണ് ഇവിടെ പെട്രോളിന് പോലും. സകല സാധനങ്ങൾക്കും വില കുറവാണ്. അപ്പോൾ ഈ സായിപ്പന്മാരൊക്കെ ഇവിടെ വന്നിട്ട് കുളിച്ചുകൊണ്ട് താമസിച്ച് സുഖിച്ചിട്ട് തിരിച്ചു പോവുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവന് ഓരോ രാജ്യത്തിൻ്റെ പ്രതിനിധിയാണല്ലോ, ഇവനൊക്കെ നമ്മൾ ചിലവിനും കൊടുക്കണം. അപ്പോൾ ഒരെണ്ണം കുറവ് വന്നാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്നത്. അപ്പോഴാണ് ഗുട്ടറസിനെ തടഞ്ഞുകൊണ്ട് നെതന്യാഹുവിൻ്റെ ഉത്തരവ്. മോദിക്കും നമുക്കാണെങ്കിലും തോന്നും, പണ്ടാറക്കാനില്ല, നമുക്കും അനഭിനന്ദനായിട്ട് ഡിക്ലെയർ ചെയ്യാം, ഒന്നും വരാനൊന്നുമില്ല. യുണൈറ്റഡ് നേഷൻസല്ലേ, ആരെന്ത് ചോദിക്കാൻ? ഈ കടപ്പുറത്തെ മണ്ണ് വരുന്ന പോലെയാണ്. യുണൈറ്റഡ് നേഷൻസിൽ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് ആരോടാ ചോദിക്കുക? ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാം, എനിക്കറിയാമല്ല, നിനക്ക് ചെയ്യണേ ചെയ്തു എന്ന് പറയും. അപ്പോൾ ഈ അനഭിനന്ദനായിട്ട് പ്രഖ്യാപിക്കുന്നത് നമുക്കും വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏതായാലും ഗുട്ടറസിൻ്റെ കാലം വളരെ മോശമാണ്. ആശാന് ഒരു വിലയുമില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല, ചുമ്മാ തെക്ക് വടക്ക് നടക്കുന്നു. എന്തൊരു കഷ്ടം. താങ്ക് യു.